നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട്ട് നിന്നുള്ള 2 എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഇന്നത്തെ 2 എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി. തിങ്കളാഴ്ച രാവിലെ 8:25 പുറപ്പെടേണ്ടിയിരുന്ന IX 345 കോഴിക്കോട് ദുബായ്, രാവിലെ 9-നുള്ള IX 393 കോഴിക്കോട് കുവൈറ്റ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. നിപ്പ മാസ്ക് നിർബന്ധമാക്കി. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. മലപ്പുറത്ത് യുവാവ് മരിച്ചത് നിപ്പ മൂലമെന്ന് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ രോഗത്തിനെതിരെ ജാഗ്രതയിൽ ജില്ല. മലപ്പുറത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ജില്ലയിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ 10 മണി മുതൽ 7 മണി വരെ പ്രവർത്തിക്കാവൂ. സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കരുത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സ്കൂൾ, കോളേജുകൾ, മദ്രസ, അംഗനവാടികൾ എന്നിവ പ്രവർത്തിക്കരുത്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി സമയത്ത് മാസ്ക് ഉപയോഗം നിർബന്ധമാക്കി. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകൾ, മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡ് എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ VR വിനോദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അനധികൃതമായി അറസ്റ്റ് ചെയ്തെന്ന നടിയുടെ പരാതി. 3 IPS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. അനധികൃതമായി അറസ്റ്റ് ചെയ്തെന്ന നടിയുടെ പരാതിയിൽ 3 IPS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ. DGP PSR ആഞ്ജനേലു, IG കാന്തറാണ ടാറ്റ, SP വിശാൽ ഗുനി എന്നിവരെയാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തത്. മുംബൈ സ്വദേശിയായ നടി കാദംബരി ജത്വാനിയുടെ പരാതിയിലാണ് നടപടി. YSR കോൺഗ്രസ് നേതാവായ ഒരു സിനിമാ നിർമ്മാതാവിന്റെ വ്യാജ പരാതിയിൽ തന്നെയും കുടുംബത്തെയും അനധികൃതമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിച്ചെന്നാണ് കാദംബരിയുടെ പരാതി. ഈ വർഷം ഫെബ്രുവരിയിലാണ് നടിയെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്തത്. അനധികൃതമായി ഭൂമി സമ്പാദിക്കുന്നതിന് നടി വ്യാജരേഖ ചമച്ച് 5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു നിർമ്മാതാവിന്റെ പരാതി. എന്നാൽ ഇയാൾക്കെതിരെ മുംബൈയിൽ താൻ നൽകിയ മറ്റൊരു പരാതിയുടെ പ്രതികാര നടപടിയാണ് ഇതെന്നും ആ പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും നടി ആരോപിച്ചു. മൈനാഗപ്പള്ളി വാഹനാപകടം. യുവ ഡോക്ടർക്കെതിരെ നടപടിയുമായി ആശുപത്രി. മൈനാഗപ്പള്ളി ആലൂർക്കാവിലെ വാഹനാപകടത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ നടപടിയുമായി ആശുപത്രി. ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കി. കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി. ശ്രീകുട്ടി കേസിൽ അകപ്പെട്ടതോടെ ജോലിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയാണെന്ന് സാക്ഷികൾ പറയുന്നു. ശ്രീകുട്ടിയെയും കേസിൽ പ്രതി ചേർക്കും. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം പതാരത്ത് നിന്നാണ് പിടികൂടിയത്. പോലീസുകാർക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. SIക്ക് പരിക്ക്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോലീസുകാർക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. ബാറിൽ പ്രശ്നമുണ്ടായതറിഞ്ഞ് സ്ഥലത്തെത്തിയ കൊയിലാണ്ടി സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെയായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ SIക്ക് പരിക്കേറ്റു. മിലിറ്ററി ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ് ആക്രമണം നടത്തിയത്. SI അബ്ദുൾ റക്കീബ്, CPO നിഖിൽ, പ്രവീൺ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. ആനക്കുളം സ്വദേശികളായ മിലിറ്ററി ഉദ്യോഗസ്ഥൻ ആനന്ദ് ബാബു, സഹോദരൻ അശ്വിൻ ബാബു, മനുലാൽ, വിഷ്ണു എന്നിവർ ചേർന്നാണ് ആക്രമിച്ചത്. സംഭവം അറിഞ്ഞ് കൂടുതൽ പോലീസുകാർ എത്തുന്നതിനു മുമ്പേ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി.